അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ക്യാപ്സിക്കം വെച്ചുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ക്യാപ്സിക്കം നിറച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെറിയ ടൈപ്പുള്ള ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണ് കേട്ടോ. ഒരുപാട് വലുതായാൽ ശരിയാവില്ല, ചെറിയ സൈസ് വേണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉണക്കത്തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി ഞാൻ ചൂടാക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് പച്ച കപ്പലണ്ടിയാണ്. അത് നമ്മളൊരു പാനിനകത്ത് ചൂടാക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പ്, നമ്മുടെ ഉണക്ക തേങ്ങ, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ആ ചട്ടിയിലോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ഇളക്കി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ മസാല ഉണ്ടാക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് കട്ടിയായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാമേ. നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. കുറച്ച് ചൂടായതിന് ശേഷം നമുക്കിത് ജാറിനകത്തിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്കിനി ക്യാപ്സിക്കം ശരിയാക്കി എടുക്കാം. അതിൻ്റെ ഈ ഞെട്ട് കളഞ്ഞെടുക്കണം. ഞെട്ട് കളഞ്ഞിട്ട് അതിനകത്ത് അരി കുറച്ച് കളയണം കേട്ടോ. ഇതുപോലെ ചെറിയൊരു കത്തി വെച്ച് ഇങ്ങനെ പെതുക്കെ നമുക്കത് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. ക്യാപ്സിക്കം കാൽഷ്യമൊക്കെ ഒരുപാട് അടങ്ങിയ ഒരു വെജിറ്റബിളാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നോർത്ത് സൈഡ് ഡിഷാണ് കേട്ടോ, നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇവിടെ ഇതിന് ഷിംല മിർച്ചി എന്നാണ് പറയുന്നത്. ക്യാപ്സിക്കത്തെ ബർവ ഷിംല മിർച്ചി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്, നമ്മുടെ റെസിപ്പിയുടെ പേര്. ഇതുപോലെ നമുക്ക് അതിനകത്ത് അരിയെല്ലാം എടുക്കാം കേട്ടോ. എല്ലാം അങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ എല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അതിൻ്റെ മസാല റെഡിയാക്കാം കേട്ടോ. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല ഇല്ലേ, അത് ഞാൻ കുറേശ്ശെ ജാറിനകത്തോട്ടിട്ട് പൊടിക്കുന്നുണ്ട്. ഇത് ഒരു വട്ടം പൊടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വട്ടം എടുത്തപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ അഡീഷണലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുമിച്ചിടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിടാഞ്ഞത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെക്ഷൻ ഇട്ടപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു. കുറവ് മസാലയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇടാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ചു കാന്ത ലസൂൺ മസാലയാണ് കേട്ടോ. അതായത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ള പൗഡറാണ്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം ഇട്ടാൽ മതി. മുളക് പൊടി ഇടാം, ഗരം മസാല ഇടാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മസാലയേ ഉള്ളൂ എങ്കിൽ തന്നെ നമ്മൾ ആദ്യം പൊടിക്കുമ്പോൾ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ എനിക്ക് മസാല കൂടുതലായിരുന്നു, ഒരുമിച്ച് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് വരില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 വട്ടമായിട്ട് പൊടിച്ചത്. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഈ മസാലയുടെ ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. ചപ്പാത്തിയൊക്കെ തിന്നാൻ ഒത്തിരി ടേസ്റ്റിയാണിത്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എല്ലാവരും ഒരു വട്ടമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ക്യാപ്സിക്കം ഒന്നും അധികം കഴിക്കില്ലല്ലോ, അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പം ക്യാപ്സിക്കം നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാപ്സിക്കത്തിനകത്തോട്ട് നിറയ്ക്കാം കേട്ടോ.
നല്ലതുപോലെ അമക്കി നിറച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല മൊത്തം പുറത്ത് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് അമക്കി നമ്മൾ നിറച്ച് കൊടുക്കണേ. ഇതുപോലെ നമുക്കെല്ലാം നിറച്ചെടുക്കാം. ഇതെല്ലാം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ അമക്കി നിറച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയെല്ലാം പുറത്ത് പോകും. പിന്നെ കുറച്ച് മസാല നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കണേ. നമ്മുടെ അതിൽ പുറത്തിടാൻ വേണ്ടിയാണ്. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൊരു ടേസ്റ്റിന് വേണ്ടി ഇടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാമേ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അത് ഓരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്ത് അല്പം ഉപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കുമ്പോൾ മസാല പുറത്ത് പോകാതിരിക്കാനാണ് നമ്മൾ മസാല നിറയ്ക്കുമ്പം നല്ലതുപോലെ പ്രസ് ചെയ്ത് നിറയ്ക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ആവി ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. വേവാത്ത ഭാഗങ്ങൾ വേവാൻ വേണ്ടിയാണ്. ഇത് കണ്ട് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലായിടം ഒന്ന് വെന്ത് ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മസാല വെച്ചിരുന്നില്ലേ, അത് ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നും. അതിന് വേണ്ടിയാണ് അതിൻ്റെ പുറത്ത് ആ മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചോറ് കഴിക്കാനും റൊട്ടി കഴിക്കാനും ഒക്കെ നമുക്ക് പിന്നെയും കൂടെ ഒന്ന് ആവി കയറ്റാമേ, അടച്ച് വെച്ച്. നമ്മുടെ റെസിപ്പി നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയുള്ള റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. താങ്ക്